നായർ. ഇന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നപ്പോഴും പ്രതീക്ഷ കാര്യം തന്നെയാണ് അതിലുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പറയുകയാണ്, ആരും ഇക്കാര്യത്തിൽ വ്യക്തിപരമായി പരാതി നൽകിയിട്ടില്ല. അതാണ് ഈ കേസെടുക്കാത്തത് എന്താണ് എന്ന ഇതുവരെ ഉണ്ടായ വിമർശനങ്ങൾക്കും പരാതികൾക്കും ഉള്ള മറുപടി എന്ന് പറയുന്നത്. പക്ഷേ ഇത് എത്രമാത്രം വിശ്വാസത്തിലെടുക്കാൻ കഴിയും? ഇങ്ങനെയൊരു റിപ്പോർട്ട് ശരി പുറത്തുവിട്ടില്ല, അത് കോൺഫിഡൻഷ്യൽ ആക്കണമെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സാംസ്കാരിക വകുപ്പിന്. ശരി, അങ്ങനെ ഇരുന്നോട്ടെ. അന്നത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും റിപ്പോർട്ടിൽ രഹസ്യ സ്വഭാവമുണ്ട്, അതിനാൽ തന്നെ പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്ക് ആ റിപ്പോർട്ട് കിട്ടിയുമില്ല. പിന്നെ അന്നത്തെ ഉത്തരവ് ഓവർറൂൾ ചെയ്തുകൊണ്ടാണല്ലോ പിന്നീട് കഴിഞ്ഞ മാസം റിപ്പോർട്ട് നൽകാമെന്ന പുതിയ ഉത്തരവ് വിവരാവകാശ കമ്മീഷണറിൽ നിന്നുണ്ടായത്. ശരി, 4.5 വർഷം അങ്ങനെ കഴിഞ്ഞുപോയി എന്ന് കരുതാം. പക്ഷേ ഈ സർക്കാർ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് 4.5 വർഷം കഴിഞ്ഞു. അപ്പോൾ സർക്കാർ വായിച്ചിട്ടുണ്ട്, മന്ത്രിമാർ ഈ റിപ്പോർട്ടിലെ കണ്ടന്റ് അറിഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ട്, DGPക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു തടസ്സം എന്ന് ചോദിക്കുന്നതിൽ, കേസെടുക്കാൻ എന്തായിരുന്നു തടസ്സം എന്ന് ചോദിക്കുന്നതിൽ, നടപടിയെടുക്കാൻ എന്തായിരുന്നു തടസ്സം എന്ന് ചോദിക്കുന്നതിൽ നിയമപരമായി അറിവില്ലായ്മയുണ്ടോ? അങ്ങനെയാണല്ലോ ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്, മന്ത്രിമാരുൾപ്പെടെ. അങ്ങനെ ചോദിക്കുന്നവർക്ക് നേരെ ആ വിമർശനമാണല്ലോ ഉന്നയിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആത്യന്തികമായ ലക്ഷ്യം മലയാള സിനിമാ മേഖലയിലെ ചില ആളുകളുടെ, അവർക്ക് വേണ്ടപ്പെട്ട ചില ആളുകളുടെ മുഖത്തിന്റെ ആ മേക്കപ്പിന്റെ സൗന്ദര്യം മാഞ്ഞു പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ താരങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനേക്കാളും വലിയ താരങ്ങളായിട്ട് നമ്മളോടിപ്പോ വൈകിട്ടത്തെ പത്രസമ്മേളനത്തിലൂടെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരുന്നതിൽ സത്യത്തിൽ ഈ സംസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വലിയ ഖേദമുണ്ട്. 4.5 വർഷം കോൾഡ് സ്റ്റോറേജിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് സർക്കാരിന് ഉത്തരം പറഞ്ഞേ തീരുകയുള്ളൂ. ഞാൻ 2 കാര്യങ്ങൾ പറയട്ടെ. ഈ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് പറഞ്ഞ പ്രശസ്തമായ കവിതയുണ്ട്. നമ്മളത് ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചില കാര്യങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ് അത് എഴുതിയതെങ്കിലും സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുമായിട്ട് ചേർത്ത് ഞാൻ പറയാം, നിങ്ങൾ ഈ ചട്ടങ്ങൾ മാറ്റിയില്ലെങ്കിൽ, നിരന്തരം സ്ത്രീകളെ വഞ്ചിക്കുന്ന കേരള സർക്കാരിന്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ സ്ത്രീകൾ തെരുവിലിറങ്ങി മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം സംജാതമാകും. ഒന്ന് ആലോചിച്ചു നോക്കൂ. 4.5 വർഷം കഴിഞ്ഞ 4.5 വർഷത്തിന് മുമ്പ് സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് 296 പേജിൽ 61ഓളം പേജുകൾ മാറ്റിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഹൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഇന്നത്തെ പത്രങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രധാന റിപ്പോർട്ടിൽ 296 പേജാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന പേരിൽ 48, 49 എന്നീ ഖണ്ഡികകളും 165 മുതൽ 169 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കിയുള്ള ഖണ്ഡികകളാണ് ഇത് വന്നിട്ടുള്ളത്. കൂടാതെ 61 പേജുകളും പല ഭാഗങ്ങളിലായി സാംസ്കാരിക വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒഴിവാക്കി. ഇത് ആരാണ് ഈ പരിശോധന നടത്തിയതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സാംസ്കാരിക വകുപ്പാണ്. അതിനകത്ത് പക്ഷേ ഹൈക്കോടതിയും അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഈ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഇത്തരം ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന്. കാരണം വിവരാവകാശ കമ്മീഷണർ അങ്ങനെ ഒരു ഉത്തരവിട്ടപ്പോൾ മുൻ വിവരാവകാശ കമ്മീഷണർ അതുപോലും അനുവദിച്ചിരുന്നില്ല. റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ ആണെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ഇങ്ങനെ ഒരു ഉത്തരവിട്ടത് കൊണ്ടാണല്ലോ ഈ റിപ്പോർട്ട് ഇപ്പോൾ വെളിച്ചം കണ്ടത്. അതിനെ ഹൈക്കോടതി സാധൂകരിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജിയും പറഞ്ഞിരുന്നു ഈ ഭാഗങ്ങൾ ഒഴിവാക്കിക്കോളൂ എന്ന്. അങ്ങനെ വരുമ്പോൾ സർക്കാരിന് അക്കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇതാണല്ലോ, ഈ കേസെടുക്കുന്നതിലും ഈ മറ്റ് നടപടികളിലേക്ക് പോകുന്നതിലും ശുപാർശകൾ നടപ്പാക്കുന്നതിലും എന്തായിരുന്നു പരിമിതിയുള്ളതിലേ ഉള്ളൂ. ഈ കോൺഫിഡൻഷ്യൽ അതുപോലെ തന്നെ രഹസ്യാത്മകത സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇരകളുടെ രഹസ്യാത്മകത സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണല്ലോ. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു ലൂപ്പ് ഹോള് കണ്ടുപിടിച്ച് അതാണ് ഇതിന്റെ എൻറ്റയർ സ്റ്റോറി എന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിതന്ത്രപരമായിട്ട് ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഹേമ കമ്മിറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്?
സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ ഇതിൽ പുറത്തുവിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. സ്വകാര്യതയെ മാനിക്കണം. ആരുടെ സ്വകാര്യത? വേട്ടക്കാരന്റെ സ്വകാര്യതയാണ് മുഖ്യമന്ത്രി ഇവിടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. വേട്ടക്കാരന്റെ സ്വകാര്യതയെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാർ കൺസേൺഡ് ആയിട്ടുള്ളത്. ഇരകളുടെ സ്വകാര്യതയല്ല. ഒരിക്കലും ഒരു ഇരയുടെയും ഒരു അട്രോസിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിലോ ഇരയാവുന്ന സ്ത്രീയുടെ പേര്, വിവരങ്ങൾ അവർ പരാതി കൊടുത്താലും മൊഴി കൊടുത്താലും അത് പുറത്തുവിടില്ല എന്നുള്ളത് മാധ്യമങ്ങൾക്കും നമ്മളെപ്പോലുള്ള പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പൊ സർക്കാർ ഇവിടെ മൂടി വെക്കാൻ ശ്രമിക്കുന്നത് ഇരയുടെ പ്രൈവസി അല്ല, ഇരയുടെ പ്രൈവസിയെ കുറിച്ചുള്ള കൺസേൺ അല്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് താരങ്ങളുടെ മുഖത്തുള്ള മേക്കപ്പിന്റെ മിനുക്കുണ്ട്, ആ സൗന്ദര്യം അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇനി 2-3 കാര്യങ്ങൾ കൂടി പറയട്ടെ. ഇത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഇപ്പൊ പോക്സോ അടക്കമുള്ള വളരെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു റിപ്പോർട്ടാണ് 4.5 വർഷം മുമ്പ് ടേബിൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ. ആഭ്യന്തര വകുപ്പിന്, സംസ്ഥാനത്തെ പോലീസിന് കൃത്യമായി നടപടിയെടുക്കാം. ഇറ്റ് ഇസ് എ കോഗ്നിസബിൾ ഒഫൻസ്. ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതേ ഒരു ഫസ്റ്റ് ഇൻഫർമേഷനായി കണക്കാക്കിക്കൊണ്ട് സർക്കാർ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണമായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് എന്താണ്? ഈ 62 പേരിൽ ഒരാൾ പരാതി തരണം എന്നുള്ളതാണ്. ഇനി ഒരു വാദത്തിന് മുഖ്യമന്ത്രി എന്ന ആഭ്യന്തരമന്ത്രി പറയുന്ന ഈ കാര്യത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. ഈ 62 പേരിൽ ഒരു വനിതയെങ്കിലും വ്യക്തിപരമായി കണ്ടുകൊണ്ട് നിങ്ങൾ ധൈര്യമായി ഈ പരാതി ഞങ്ങൾക്ക് തരൂ, സംസ്ഥാന സർക്കാർ, ഞാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ഞാൻ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയാണ്, എന്റെ ജോലിയാണ് നിങ്ങളുടെ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ തരേണ്ടത്. ഇൻഫാക്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, ആഭ്യന്തരമന്ത്രി നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെയും സ്വത്തിന്റെയും ഗാർഡിയനാണ്. ഞാൻ നിങ്ങളെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഏതെങ്കിലും ഒരു വനിതയെ കൺവിൻസ് ചെയ്യാൻ ഈ സർക്കാർ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ? കൂടാതെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഒരു കാപട്യം ഇന്ന് രാവിലെ മുതൽ പല രാഷ്ട്രീയ നേതാക്കളുടെ, അതിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയുണ്ട്, ഭൂമിക്ക് മുകളിൽ സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, ഇപ്പൊ ഇലക്റ്റഡ് അംഗമായിരിക്കുന്ന സുരേഷ് ഗോപി, അദ്ദേഹം രാവിലെ മുതൽ ഉച്ചവരെ അദ്ദേഹത്തിന് ഇതിനകത്ത് പ്രതികരിക്കാൻ ഒന്നുമില്ലായിരുന്നു. വൈകിട്ടായപ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് സർക്കാർ എടുക്കുന്നതെന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ചില കമന്റുകൾ ടെലിവിഷനിൽ കാണാൻ സാധിച്ചു. മുൻ മന്ത്രി AK ബാലൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടതാണ്. ശ്രീ സജി ചെറിയാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടതാണ്. എത്ര നിസ്സംഗമായിട്ടാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരു റെസ്പോൺസിബിൾ മിനിസ്റ്റർ ഇതുപോലുള്ള ഏത് പ്രശ്നത്തെക്കുറിച്ചും, ഒരു സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് അറിവ് വന്നു കഴിഞ്ഞാൽ, അത് എനിക്ക് വന്നു കഴിഞ്ഞാൽ പോലും അത് നിയമത്തിന് മുന്നിൽ രേഖപ്പെടുത്താൻ ഞാൻ അടക്കമുള്ളവർ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു നിയമ സംവിധാനത്തിന് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് സംസ്ഥാനത്തെ അനവധി തവണ MLA ആയ മന്ത്രിയൊക്കെ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ പലതും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളത്. എത്ര ലാഘവത്തോടു കൂടിയാണ് ഇവരിതിനെ കാണുന്നതെന്ന് മനസ്സിലാക്കുക. ഈ സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളിലെ ക്രൈം എക്സിക്യൂട്ടറും സർക്കാരും തമ്മിലുള്ള നെക്സസ് ആണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇത് കോൾഡ് സ്റ്റോറേജിൽ ആയതിന് പിന്നിലുള്ള കാരണവും ഇതിലുള്ള പേര് വിവരങ്ങൾ പുറത്തു വരാത്തതിനുള്ള കാരണം. ഇതിൽ ഇരയുടെ പ്രൈവസി സംരക്ഷിക്കുക എന്നുള്ളതല്ല ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇതിൽ താരങ്ങളുടെ പവർ ലോബിയുടെ പേരുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇപ്പോൾ അഡ്വക്കേറ്റ് MR അഭിലാഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് MR അഭിലാഷ്